ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു വെറൈറ്റി ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കറി ഇൻ പെപ്പർ കോക്കനട്ട് ഗ്രേവി. നല്ല നീളം കൂടിയ പേരൊക്കെയാണ്, പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മസാല ഒക്കെ കുറവ് മതി, അത്യാവശ്യം ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും. പൊറോട്ട, അപ്പം, ചപ്പാത്തി, റൊട്ടി ഇതിൽക്കൊക്കെ ചേർന്ന് നല്ല അടിപൊളി കറിയാണ്. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. സവാള ചോപ്പ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടെടുക്കാം. കുക്കർ വെച്ച് ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇത് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ, ഞാനിവിടെ എളുപ്പത്തിന് ചെയ്തേ ഉള്ളൂ. നന്നായി വഴന്നു വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് എടുക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെയൊക്കെ വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയേ എടുക്കുന്നുള്ളൂ, കാരണം കുരുമുളക് വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, അപ്പോൾ എരിവ് പാകമായിക്കോളും. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കണം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു 8 എണ്ണം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തണം. ഒരു പാൻ വെച്ച് 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനെ ഒന്ന് ചൂടാക്കണം. അത് ചൂടാവുന്ന സമയത്ത് ചെറുതായിട്ടൊരു മണം വന്നു തുടങ്ങും കുരുമുളകിൻ്റെ. ആ സമയത്ത് 3 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ചെറുതായിട്ട് വറക്കണം. നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. അപ്പോൾ തീ ഓഫ് ആക്കുക. എന്നിട്ട് നമുക്കത് ചൂടാറി കഴിഞ്ഞാൽ നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണം. ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 3/4 വേവേ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് ഈ അരപ്പ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ തീയിൽ കിടന്നിട്ട് വേണം വേവാനായിട്ട്. അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, കാരണം അണ്ടിപ്പരിപ്പും തേങ്ങ ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 to 15 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ ഒരു 3-4 ചെറിയുള്ളിയും കൂടി മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.